ചോദിക്കും ആരോടെ ചോദ്യം. അപ്പോൾ ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള മത്സരമല്ല, പഞ്ചായത്ത് അംഗത്തിലേക്ക് വരാം. നമ്മൾക്കിവിടെ ഞാൻ കഴിഞ്ഞ ചാനൽ ചർച്ചകളിലൊക്കെ ചോദിച്ച ഒരു കാര്യമാണ്, 5 കിലോമീറ്ററെങ്കിലും കുണ്ടും കുഴിയില്ലാത്ത നമുക്ക് മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ പറ്റാവുന്ന നല്ല റോഡുകൾ ഈ കോർപ്പറേഷൻ പരിധിയിലുണ്ടോ? ഇഷ്ടം പോലെ റോഡ് ഞാൻ കാണിച്ചു. ഞാൻ നോക്കൂ, ഞാനേ ചർച്ചയില് ഇവര് ഈ ചോദ്യം ചോദിച്ചു. ഞാൻ ഇനി ഏതെങ്കിലും സ്ഥലത്ത് കുഴിയുണ്ടോന്ന് നോക്കാൻ വേണ്ടി ഇവര് പറയല്ലേ, ആധികാരികമായിട്ട് പറയണല്ലോ, തൃശ്ശൂർ നഗരത്തില് വണ്ടി എടുത്ത് എല്ലായിടത്തും കറങ്ങി, ഒരു സ്ഥലം പോലും കുഴിയുള്ളത് കാണിക്കാൻ വേണ്ടി പറ്റില്ല. അതെ, ഞാൻ പോയി എല്ലായിടത്തും മരണത്തെ വിറ്റ് കാശാക്കുന്ന ഓട്ടാക്കുന്ന ആളുകൾ എന്താ കാര്യം അറിയാം? ഒരു കുഴിയിലും വീണിട്ട് ഒരു മനുഷ്യ ജീവിതം പോലും പൊളിഞ്ഞിട്ടില്ല എന്നത് ഉറപ്പാ എന്ന യാതൊരു സംശയമില്ല. ഇപ്പൊ 10 വർഷം ഭരണത്തിന് ശേഷം ഇവിടെ നമ്മുടെ ജില്ലാ ആശുപത്രിയിലെ ഇന്ന സൗകര്യങ്ങൾ വരുത്താൻ പോകുന്നു എന്ന് 10 കൊല്ലം ഉണ്ടായിട്ട് വരുത്താൻ പറ്റാത്ത എന്ത് സൗകര്യമാണ്? തൃശ്ശൂര് കോർപ്പറേഷൻ ആശുപത്രിക്കകത്ത് അൾട്രാസൗണ്ട് സ്കാൻ സംവിധാനം ഉണ്ട്, മാമോഗ്രാം ഉണ്ട്, അതുപോലെ ഗ്യാസ്ട്രോസ്കോപ്പി ഉണ്ട്, കൊളോണോസ്കോപ്പി ഉണ്ട്, ആർത്രോസ്കോപ്പി മെഷീൻ ഉണ്ട്, MR ലാബ് ഉണ്ട്. 8 ഓക്സിജൻ ബെഡ് ഉണ്ടായിരുന്നത് 130 ഓക്സിജൻ ബെഡ് ഇവിടെ ഉണ്ട് എന്നത് പ്രത്യേകതയാ. തൃശ്ശൂർ നഗരത്തിൽ പ്രസവത്തിന് വേണ്ടി ഏറ്റവും നല്ല ചികിത്സ നൽകുന്ന ഹോസ്പിറ്റലിന്റെ പേര് കോർപ്പറേഷൻ ആശുപത്രി. ഇതിന് കൂടുതൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഈ സംസ്ഥാനത്ത് ആരോഗ്യരംഗത്ത് അനാസ്ഥ കൊണ്ട് മരിച്ചുപോയ ആളുകളുടെ കണക്ക് കൂടെ ഒന്ന് പറയണം. കൈരളി നോക്കാറുണ്ടല്ലോ, ദേശാഭിമാനി വായിക്കാറുണ്ടല്ലോ, അത് മതി നിങ്ങൾക്ക്, അത് മതി. കേരളത്തെ സംബന്ധിച്ച് അനാരോഗ്യരംഗമായി, കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ അനാരോഗ്യരംഗമായി മാറ്റിയ ഇവിടെ ഉല്ലാസേട്ടൻ കുറെ വാറോല കൊണ്ടല്ല പ്രാവശ്യം വരും. പക്ഷെ ഈ പറഞ്ഞതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിലൊന്നും നടപ്പിലാക്കി ഉണ്ടാവില്ല. ഇപ്പൊ പുലിക്കളിയുടെ കേസ് കുറച്ചു മുമ്പേ ഉണ്ടായതാണ്. ഇപ്പൊ സുരേഷ് ഗോപി പറയുന്നത് കേരള ടൂറിസം വകുപ്പ് എന്തുകൊണ്ട് ഇത് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സുരേഷ് ഗോപിക്ക് കൊടുക്കാൻ വകുപ്പില്ല. ഫണ്ട് പാസ്സാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു 3-3.5 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഓരോ ടീമിനും കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നാട് മുഴുവൻ ഫ്ലക്സ് വെച്ചു. കേരളത്തിന്റെ ടൂറിസം വകുപ്പ് കൊടുക്കണം എന്നാ 1 ലക്ഷം രൂപ തഞ്ചാവൂർ കൾച്ചറൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ടും 3 ലക്ഷം രൂപ കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ കീഴിലും ഈ കേരളത്തിന്റെ ടൂറിസം സെക്രട്ടറി ആയിട്ടുള്ള ബിജുവിനോട് നിങ്ങൾ ചോദിക്കണം, തൃശ്ശൂരിലെ കളക്ടറോട് ചോദിക്കണം. കൃത്യമായി കേന്ദ്ര സർക്കാർ സാങ്ഷൻ ചെയ്തു കൊടുത്തു. പ്രൊവൈഡഡ് കണക്ക് അവിടെ കൊടുത്തതിന് ശേഷം റീംബേഴ്സ് ചെയ്ത് വാങ്ങിച്ചോളാൻ പറഞ്ഞു. കാലം ഈ നിമിഷം നമ്മൾ സംസാരിക്കുന്ന നിമിഷം വരെ ഇന്നും സുരേഷ് ഗോപിയുമായിട്ട് സംസാരിച്ചതാ. പുലിക്കളി സംഘങ്ങൾക്ക് BJP വെച്ച് അനുവദിച്ചു എന്ന് പറഞ്ഞു. ഇതിന്റെ സർക്കുലർ നോക്കൂ. ഇവിടെ കഴിഞ്ഞ യോഗം നടക്കുമ്പോൾ ഉല്ലാസേട്ടൻ തന്നെ പറഞ്ഞ പണം കൊടുത്തു അവകാശപ്പെട്ട ആളുകളാ. പുലിക്കളിയുടെ തലേ ദിവസമാണ് സർക്കുലർ വരുന്നത്. ആ സർക്കുലറിന്റെ പ്രത്യേകത എന്താ അറിയോ? പുലിക്കളിയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ കേന്ദ്രം ടൂറിസം വകുപ്പിന്റെ എംബ്ലം വെക്കണം, ലോഗോ വെക്കണം. തലേ ദിവസം പറഞ്ഞ് എല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞിട്ടാണ് പറയുന്നത്. ഞങ്ങളുടെ കോർപ്പറേഷൻ ആണെങ്കിൽ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, ഞങ്ങൾ 3.5 ലക്ഷം രൂപ പുലിക്കളിക്ക് കൊടുത്തു. 1.5 ലക്ഷം രൂപ അഡ്വാൻസായി പണം കയ്യിൽ കൊടുത്തിട്ടാണ് പുലിക്കളി സംഘങ്ങൾ ഇവിടെ ഇറങ്ങിയത്. കുടിവെള്ളം കൊടുത്തു, അതിന്റെ സമ്മാനത്തുക വർദ്ധിപ്പിച്ചു, ട്രോഫിയും എല്ലാം മനോഹരമാക്കി. ഈ തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിനകത്ത് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഈ കേന്ദ്ര ടൂറിസം സഹമന്ത്രിക്ക് ഒരു ടൂറിസം പദ്ധതി പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? തൃശ്ശൂർ കോർപ്പറേഷൻ കൊടുത്ത അതേ സംഖ്യ തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ തൃശ്ശൂരിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. കേന്ദ്രത്തിൽ നിന്ന് അതേ സംഖ്യ അനുവദിച്ചു കൊടുത്തു. ഇവരുടെ സർക്കാർ വഴിക്ക് തന്നെയാണ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇവരുടെ സർക്കാർ യഥാവധി ഇവർക്ക് എത്തിച്ചു കൊടുക്കാത്ത പുലിക്കളി സംഘങ്ങൾ നീതികേടും ചതിയും കാണിക്കുന്നത് എന്താണ്? 3 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ സുരേഷ് ഗോപി വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ പോലെയല്ല പ്രവർത്തിച്ചു തന്നെ. ഇവരുടെ സെക്രട്ടറി
സെക്രട്ടറി. ഉല്ലാസേട്ടൻ പറയുന്ന ഒരു കാര്യത്തിൽ പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ സുരേഷ് ഗോപിയുടെ പ്രശ്നം എന്താ അറിയൂ? ഫണ്ടൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇത് നടപ്പിലാക്കണമെങ്കിൽ ഒരു ജനപ്രതിനിധി ഇതുമായി ബന്ധപ്പെട്ട വികസന സമിതി അല്ലെങ്കിൽ മറ്റു ബന്ധപ്പെട്ട യോഗങ്ങൾ വിളിക്കണം. ഒരു സ്ഥലത്ത് കാലതാമസം വന്നു കഴിഞ്ഞാൽ MP അവിടെ പോയി ഇടപെടണം. അതാണ് പഞ്ചായത്ത് മെമ്പർ ആയാലും കോർപ്പറേഷൻ കൗൺസിലർ ആയാലും MLA ആയാലും ചെയ്യേണ്ടത്. ഇടതുപക്ഷത്തിന്റെ MLA എല്ലാം ഈ പണി വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. എന്താ സെൻട്രൽ ഫോറൻസിക് റിസർച്ച് യൂണിറ്റ് വേണ്ടെന്ന് പറഞ്ഞ തൃശ്ശൂര്? നിങ്ങൾ ആദ്യം ഫോറൻസിക് റിസർച്ച് സെന്റർ ആദ്യം ഇവിടെ ഏക്കർ സ്ഥലത്ത് വേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറഞ്ഞത്? സെൻട്രൽ ഫോറൻസിക് റിസർച്ച് സെന്റർ തൃശ്ശൂരിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ MP-യോട് വേണ്ടെന്ന് പറഞ്ഞ ചീഫ് സെക്രട്ടറി കേരള സർക്കാരിന്റെ ഈ വിഷയം ഉയർന്നു വന്നിട്ട് പുലിക്കളി വിഷയം ഉയർന്നു വന്നിട്ട് 1.5 മാസമായി സുരേഷ് ഗോപി ഡയറക്റ്റ് ആയിട്ട് ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നിരുന്ന് വാദിക്കാൻ നിൽക്കാണ് സുരേഷ് ഗോപി. മാതൃഭൂമി ചാനലിന്റെ റിപ്പോർട്ടോട് ചോദിക്കുക. സുരേഷ് ഗോപി മന്ത്രി കൃത്യമായി മാതൃഭൂമിയോട് മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മറുപടി പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ടോ ഇല്ലയോ? അനുവദിച്ചിട്ടില്ലേ? കണക്ക് കൊടുക്കാത്ത കേരള സർക്കാരല്ലേ? കേരള സർക്കാർ